8:30 ആയപ്പോഴാണ് എണീറ്റത്. എൻ്റെ അനിയത്തി ഇന്ന് നാട്ടിൽ പോവാം. സോ ഉറക്കം സെറ്റായില്ല. അങ്ങനെ ഞങ്ങൾ കിടക്കാനൊക്കെ വൈകി. അതുകൊണ്ട് ഇന്ന് രാവിലെ നടക്കാനും ഓടാനൊന്നും പോകുന്നില്ല. എൻ്റെ ഷിഫ്റ്റിൻ്റെ ബ്രേക്ക് ആകുമ്പോൾ പോയി നടക്കാം എന്ന് വിചാരിക്കുന്നു. So this is the progress video of day 4. Honestly, to me it looks like I'm getting much bigger now. I don't know. ആസ് യൂഷ്വൽ വെള്ളത്തിട്ട് വെച്ചതൊക്കെ കഴിച്ചു തന്നെയാണ് ദിവസം തുടങ്ങുന്നത്. നേരെ താഴെ വന്ന് അതൊക്കെ സെറ്റാക്കി കഴിച്ചു. ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചും പോയി. ഈ ബ്രെഡ് തീരും വരെ എല്ലാ ദിവസവും രാവിലെ ബ്രെഡ് ടോസ്റ്റ് ആയിരിക്കും. അങ്ങനെ അവർ പോകാനിറങ്ങി. അവർ പോകാനായിട്ട് താഴെ വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ അവൾ എൻ്റെ വീഡിയോയുടെ ഒക്കെ ഉണ്ടല്ലോ നിർത്തി ചുമ്മാ ഒന്ന് തട്ടിയൊരു ബൈ പറഞ്ഞിട്ട് പോകാൻ പോയി. ഞാൻ പിന്നെ അതൊക്കെ നിർത്തി അവർക്ക് ടാറ്റ കൊടുത്ത് അവർ പറഞ്ഞു വിട്ടു. പിന്നെ എനിക്കിന്ന് രാവിലെ തന്നെ ഷിഫ്റ്റ് ഉള്ളത് കാരണം എനിക്ക് എയർപോർട്ടിലൊന്നും പോകാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ അവർ രണ്ടുപേരും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവക്കാഡോ എഗ് ടോസ്റ്റ്. ഞാൻ ആദ്യം മുട്ട ചെക്ക് ചേർത്തിടാം എന്നാണ് ഓർത്തത്. പിന്നെ എനിക്ക് മടിയായി. അങ്ങനെ ഞാൻ പിന്നെ നേരെ ബുൾസ് അടിച്ചു. പക്ഷെ ഉണ്ടല്ലോ ഇതൊക്കെ നല്ല ഹെൽത്തിയാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. പക്ഷെ കൊള്ളാല്ലേ. പിന്നെ ഉച്ചയ്ക്ക് ചോറും ചിക്കനും മീനും. അതുപോലെ രാത്രി ആയപ്പോൾ ഫയർ ക്രാക്കർ ചിക്കൻ. ഇന്ന് വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങൾ പോയില്ല. എൻ്റെ പ്ലാൻ പ്രകാരം ഞാൻ എൻ്റെ ഉച്ചക്കത്തെ ബ്രേക്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞ് 3/4 മണിക്കൂർ നടക്കാൻ പോകുന്നതായിരുന്നു. പക്ഷെ എൻ്റെ ബ്രേക്കിനൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചൊക്കെ ഇരുന്ന് ഞാൻ കുറേ കഴിഞ്ഞ് എൻ്റെ ബ്രേക്ക് കഴിയാൻ 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ഓർത്തത്, അയ്യോ ഞാൻ നടക്കാൻ പോയില്ലല്ലോ. എന്നിട്ട് പിന്നെ ഞാൻ ഓർത്താൽ കുഴപ്പമില്ല, ഷിഫ്റ്റ് കഴിയുമ്പോൾ പോകാം. കാരണം എൻ്റെ ഷിഫ്റ്റ് രാവിലെ 9 തൊട്ട് രാത്രി 10 വരെയാണ്. രാവിലെ 10 തൊട്ട് രാത്രി 9 വരെയാണ്. അപ്പോൾ ഞാൻ ഓക്കെ 9 മണിയൊക്കെ ആകുമ്പോൾ നടക്കാൻ പോവാം. എന്നിട്ട് വീട്ടിൽ വരാം, വർക്കൗട്ട് ചെയ്യാം. ഇത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കാം. എൻ്റെ നാളെ രാവിലെ 9:30 ഷിഫ്റ്റ് ഉണ്ട്. എന്നാലും പ്രാക്ടിക്കലായിരുന്നു, കുഴപ്പമില്ല. എക്സ്ട്രാ നിൽക്കുമോ എന്നൊക്കെ ഒരു ഓപ്ഷനൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ നിൽക്കുന്നില്ല, എനിക്ക് പോയിട്ട് പരിപാടിയുണ്ട്. എക്സ്ട്രാ ഷിഫ്റ്റായിട്ട് ചാടി പിടിക്കുന്ന ഞാൻ ഇല്ല എനിക്ക് നടക്കാൻ പോകണം, ഞാൻ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ കുഴപ്പമില്ല അങ്ങനെ മതി നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ കഷ്ടകാലത്തിന് എൻ്റെ മാനേജറോട് ഉരുണ്ട് വീണു, അവരുടെ കൈ ഒടിഞ്ഞു. അവരെ കൊണ്ട് അത് ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ ഞങ്ങൾക്ക് മാനേജറും കുറഞ്ഞു, ഒരാളും കുറഞ്ഞു. അങ്ങനെ ഫുൾ പ്രശ്നം. പോരാത്തിന് ഞായറാഴ്ച കൊടുക്കത്തില്ല കലമ്പ്. ലാസ്റ്റ് ഞാൻ നിന്നു. അങ്ങനെ 9 മണിക്ക് കഴിയുന്നത് ഞാൻ ഇപ്പോൾ സമയം 11:30. ഞാൻ ഈ 11:30ക്കാണ് കഴിഞ്ഞത്. ആൻഡ് ഇനി 11:30ക്ക് ഞാൻ പോയിട്ട് നടക്കണം. എന്നിട്ട് ഞാൻ നടന്നു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് ഞാൻ വർക്കൗട്ട് ചെയ്ത് ഞാൻ ഓർക്കണം. അതിന് എനിക്ക് നാളെ രാവിലെ 9:30 പിന്നെ ഷിഫ്റ്റ് ഉണ്ട്. എനിക്ക് വയ്യ, ഞാൻ ജീവിതം പഠിച്ചു. ഞാൻ ഈ ചെയ്യുന്നത് ഒട്ടും ഹെൽത്തി അല്ല. അയ്യോ നമ്മൾ ഹെൽത്തി ആവാൻ നോക്കിയിട്ട് അൾട്ടിമേറ്റ്ലി അൺഹെൽത്തി ആവുന്ന പരിപാടിയായി. പക്ഷെ ഇത് ചെയ്യാതിരുന്ന ഞാൻ എൻ്റെ സ്ട്രീക്ക് ബ്രേക്ക് ഞാൻ പിന്നെ ഡേ 1 പോവില്ലേ? അത് പറ്റില്ലല്ലോ. ഞാനിങ്ങനെ ഡേ 1 തിരിച്ചു പോകും. ഞാൻ ഡേ 4 കഴിയാനായില്ലേ. സോ നമ്മൾ ഇനി വൃത്തിയോട് കാണിക്കാതെ നടക്കാൻ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു, നടക്കാൻ പോകുന്നു, തിരിച്ചു വന്ന് വർക്കൗട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നേരെ കിടക്കണം, കുളിക്കണം, കിടക്കണം. നാളെ രാവിലെ ഇതേ പ്ലാൻ തന്നെ ചെയ്യേണ്ടി വരും. നാളെ രാവിലെ എനിക്ക് നടക്കാനൊന്നും പോകാൻ പറ്റില്ല. കാരണം എപ്പോൾ നടക്കാൻ പോകാൻ രാവിലെ 9:30 പണിയുണ്ട്. സോ ഒട്ടും ഉറക്കമൊന്നും സെറ്റാവില്ല. സോ നാളെ പിന്നെ ബ്രേക്കിൽ നടക്കാൻ പോകുക എന്ന പ്ലാൻ ഇടണം. പക്ഷെ നാളെ ബ്രേക്കിന് മറന്നുപോയാൽ ഞാൻ എൻ്റെ സൈക്കിൾ ഭയങ്കര പ്രശ്നമാകും. സോ നാളെ കാണാം, ബൈ.